بسم الله والحمد لله وصلى الله وسلم على أشرف خلق الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه أما بعد. ഇമാം ഖുദാഇ മുസ്നദ് ഇബ്നു ശിഹാബിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസിൽ വദക്കറ ഹദീസൽ ഗാർ, മൂന്ന് ആളുകൾ ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോവുകയും ഗുഹാമുഖം ഒരു പാറ കൊണ്ട് അടയുകയും ചെയ്ത മുൻഗാമികളായ സമൂഹത്തിൽ സംഭവിച്ച ആ ചരിത്രം, ആ കഥ വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരനുഭവിച്ച ആ പ്രയാസത്തിൽ നിന്ന്, അവരകപ്പെട്ട ആ ഗുഹയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ചെയ്ത ദുആ, ആ ദുആകൾക്ക് അവർ തവസ്സുലായി സ്വീകരിച്ചത് അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളുടെ പ്രത്യേകത, അവരും അല്ലാഹുവും മാത്രം അറിയുന്ന, മറ്റാരും കാണാത്ത രഹസ്യമായ അമലുകളായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു മാത്രം അറിയുന്ന, ഇഖ്ലാസോടുകൂടി അല്ലാഹ്ക്ക് വേണ്ടി മാത്രമായി ചെയ്ത അമലുകൾ മുൻനിർത്തിയാണ് അവർ അല്ലാഹുവിനോട് അകപ്പെട്ടിരുന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷ ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി അവർക്ക് ഉത്തരം നൽകുകയും അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. ഈ സംഭവം വിവരിച്ചതിന് ശേഷം വഖാല ഫി ആഖിരിഹി, അതിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് വിവരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തതഅ മിൻകും അൻ തകൂന ലഹു ഖബീഅത്തുൻ മിൻ അമലിൻ സാലിഹിൻ ഫലിയഫ്അൽ, നിങ്ങളിൽ ഒരാൾക്ക് സ്വാലിഹായ അമലിൽ നിന്ന് മറ്റാരുമറിയാതെ അല്ലാഹു മാത്രമറിയുന്ന രഹസ്യമായ അമലുകൾ ഉണ്ടായിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, അവൻ ഉണ്ടാവട്ടെ. എല്ലാ നിലക്കും വഴികളെല്ലാം മുട്ടി നിൽക്കുന്ന, കുടുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് അത് വച്ചിട്ട് ദുആ ചെയ്യാനാണ്. അങ്ങനെ ഒരു അമല് മറ്റാരും കാണാതെ, മറ്റാരും അറിയാതെ അല്ലാഹുവിന് വേണ്ടി മാത്രമായി ധൈര്യമായിട്ട് അല്ലാഹുവിനോട് നമുക്ക് പറയാൻ, റബ്ബേ, ഞാൻ ആ ചെയ്തിട്ടുള്ള കാര്യം നിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് എന്ന് നിന്റെ അറിവിലുണ്ടെങ്കിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ധൈര്യപൂർവം പറയാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിന് സ്ഥൈര്യപൂർവം എടുത്തു പറയാൻ കഴിയുന്ന ഒരു അമല് നമുക്കുണ്ടോ? ഒരാൾക്കങ്ങനെ രഹസ്യമായി മറ്റാരും കാണാതെ സൂക്ഷിക്കാൻ കഴിയുന്ന സ്വാലിഹായ അമലുണ്ടായിരിക്കാൻ സാധിക്കുമെങ്കിൽ ഉണ്ടാകട്ടെ. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണിത്. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല സലഫുകളുടെ മാതൃക പറയുന്നത് കാണാം. ഇൻ കാന അർറജുലു ലഖദ് ജമഅ അൽ ഖുർആൻ വമാ യശ്ഉറു ജാറുഹു, സലഫുകളിൽ ഒരാളുടെ അടുക്കൽ ഖുർആൻ മുഴുവനും അയാൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഹിഫ്ളാക്കിയിട്ടുണ്ടാകും. അവന്റെ അയൽവാസിക്ക് പോലും അക്കാര്യം അറിയില്ല, അയൽവാസിക്ക് പോലും അറിയില്ല. وإن كان الرجل لقد فقه الفقه الكثير
വമാ യശ്ഉറു ബിഹിന്നാസ്. ഒരാളുടെ അടുക്കൽ ദീനിനെ സംബന്ധിച്ച് നല്ല ഫിഖ്ഹ്, നന്നായി വിവരം, നന്നായി ഖുർആനും ഹദീസും പഠിച്ചിട്ടുണ്ടാകും, നല്ല ആലിമായിരിക്കും. അധികം ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് അറിയില്ല. പ്രത്യേകമായ എന്തെങ്കിലും വേഷഭൂഷാദികളിൽ അത് പ്രകടിപ്പിച്ച് നടക്കുന്ന പരിപാടിയില്ല. അവർ ഇൽമ് നേടിയിട്ടുണ്ടാകും, ധാരാളം ഫിഖ്ഹ് നേടിയിട്ടുണ്ടാകും, അതാർക്കും അറിയില്ല. وإن كان الرجل ليصلي الصلاة الطويلة في بيته وعنده الزور وما يشعرون به. ഒരാൾ തന്റെ വീട്ടിൽ വെച്ച് സുദീർഘമായി രാത്രിയിൽ നമസ്കരിക്കുന്നുണ്ടാകും, വീട്ടിൽ വിരുന്നുകാരുണ്ടാകും, സന്ദർശകരുണ്ടാകും, അവരാരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. വലഖദ് അദ്റക്ന അഖ്വാമൻ. എന്നിട്ട് ഹസൻ റഹിമഹുല്ല പറയുന്നു, വലഖദ് അദ്റക്ന അഖ്വാമൻ, അങ്ങനെ ഒരു കൂട്ടം ആളുകളെ ഞങ്ങൾ കണ്ടു. അഥവാ അദ്ദേഹത്തിന് മുൻപുള്ളവരെന്ന് പറഞ്ഞാൽ താബിഈങ്ങളും അതുപോലെ തന്നെ സഹാബത്തുമാണ്. ആ തലമുറകളെ നമ്മൾ കണ്ടു. മാ കാന അലൽ അർദി മിൻ അമലിൻ യഖ്ദിറൂന അലാ അൻ യഅമലൂഹു ഫി സിർരി ഫയകൂനു അലാനിയതൻ അബദ. ഭൂലോകത്ത് വെച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന, രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമലുണ്ടെങ്കിൽ ഒരിക്കലും അത് പരസ്യമാകുമായിരുന്നില്ല. പരസ്യമായി ചെയ്യേണ്ടതാണ് കുറെ അമലുകൾ, അതൊരു നിർവാഹമില്ല. അത്രത്തോളം അങ്ങനെ അതിര് കടന്ന് ചിന്തിക്കുന്ന പരിപാടിയില്ല. എന്നാ പിന്നെ ജമാഅത്ത് നിസ്കാരം കൂടി ഒരു രഹസ്യമാക്കുക, പള്ളിയിലേക്ക് വന്നാൽ ആളുകൾ കാണൂലേ, അങ്ങനെയില്ല. സ്വാഭാവികമായും പരസ്യമായി ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ രഹസ്യമായി ചെയ്യാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അവരത് രഹസ്യമാക്കിയേ ചെയ്യുള്ളൂ, അതവർ പരസ്യപ്പെടുത്തുമായിരുന്നില്ല. വലഖദ് കാനൽ മുസ്ലിമൂന യജ്തഹിദൂന ഫിദ്ദുആ. മുസ്ലിമീങ്ങൾ ദുആയുടെ കാര്യത്തിൽ ധാരാളമായി അങ്ങേയറ്റം അവർ ദുആ ചെയ്യുമായിരുന്നു. വമാ യുസ്മഉ ലഹും സൗത്തുൻ. ഒരുപാട് ദുആ ചെയ്യുന്നു, അവരുടെ ഒരു ശബ്ദം പുറത്ത് കേൾക്കുന്നില്ല. വഇൻ കാന ഇല്ലാ ഹംസൻ ബൈനഹും വബൈന റബ്ബിഹിം. അത് അവരുടെയും അവരുടെ റബ്ബിന്റെയും ഇടയിലുള്ള ഒരു വളരെ ചെറിയ സ്വകാര്യ സംഭാഷണമാണ്. ഒരു ഹംസ്, അങ്ങനെ ചെറിയ ഒരു ഇതേ കേൾക്കുന്നുള്ളൂ, അത്രയും അവർ ദീർഘമായി ദുആ ചെയ്യുന്നുണ്ട്. വദാലിക അന്നല്ലാഹ യഖൂൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ദുആയിരക്കേണ്ടത്, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് തദർറുഅോടുകൂടിയാണ്, അങ്ങേയറ്റം അവന്റെ മുന്നിൽ വിനയാന്വിതരായി, പൊട്ടിത്തകർന്ന ഹൃദയങ്ങളുമായി അവന്റെ മുന്നിൽ വിനയം കാണിച്ചുകൊണ്ടാണ്. വഖുഫിയ, ഗോപ്യമായിട്ടാണ്, രഹസ്യമായിട്ടാണ്. വദാലിക അന്നല്ലാഹ ദക്കറ അബ്ദൻ സ്വാലിഹൻ ഫറദിയ ഫിഅലഹു ഫഖാൽ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ തന്റെ ഒരു ദാസനെ സംബന്ധിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രവൃത്തി അല്ലാഹു തൃപ്തിപ്പെട്ട, ഇഷ്ടപ്പെട്ടതായി എടുത്തു പറഞ്ഞത്. ഇദ്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇദ്നാദ റബ്ബഹു, തന്റെ റബ്ബിനെ വിളിച്ച് അദ്ദേഹം ദുആയിരുന്ന സന്ദർഭം. നിദാഅൻ ഖഫിയ്യ, വളരെ ഗോപ്യമായ വിളി. ഇങ്ങനെ നമുക്ക് രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ധാരാളം അമലുകളുണ്ട്. സ്വതക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഅലമു ശിമാലുഹു മാ അൻഫഖ യമീനു ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ വലത് കൈ കൊണ്ട് കൊടുത്തിട്ടുള്ളത് അവന്റെ ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല. വലതു കൈ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടക്ക് ഹൃദയം കഴിഞ്ഞിട്ട് വേണം ഇടത് കൈ എത്താൻ. അപ്പൊ ഹൃദയത്തിൽ അത്രയും രഹസ്യമാക്കി വെച്ച് സ്വന്തം ഇടത് കൈ പോലും അറിയാതെ അത്ര രഹസ്യമാക്കി ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്വതഖത്തു സിർ, രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന സ്വതക്ക, രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന, ഗോപ്യമായി ചെയ്യാൻ കഴിയുന്ന, മറ്റാരും കാണിക്കാതെ മറ്റാരും അറിയാതെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് തത്വകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ളത് നമുക്കുണ്ടാകണം, അങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്നത്,
എന്റെ ഇഖ്ലാസ് അതിൽ അറിയുന്നത് റബ്ബ് മാത്രമാണ്, മറ്റാരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ള അമല് നിങ്ങൾക്കുണ്ടാകാൻ കഴിയുമെങ്കിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൽ ഖാറിനെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ശേഷം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, മനിസ്തതഅ മിൻകും അൻ തകൂന ലഹു ഖബീഅത്തുൻ മിൻ അമലിൻ സാലിഹിൻ ഫൽയഫ്അൽ. നിങ്ങളിൽ ഒരാൾക്ക് സാലിഹായ അമലിൽ നിന്ന്, സൽക്കർമ്മങ്ങളിൽ നിന്ന് രഹസ്യമായത്, ഗോപ്യമായത് ഉണ്ടാകാൻ കഴിയുമെങ്കിൽ ഉണ്ടായിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലുകൾ, അങ്ങനെ ഖാലിസായി അവന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുള്ള അമലുകൾ സമ്പാദ്യമായി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.